മഹാഭാരതത്തിലെ ചില മാനുഷിക പ്രതിസന്ധികളാണ് എന്റെ പ്രമേയം. ആ വഴിക്ക് ചിന്തിക്കാൻ അർദ്ധഗർഭമായ നിശബ്ദതകൾ കഥ പറയുന്നതിനിടയിൽ കരുതിവച്ച കൃഷ്ണദേവരായന് പ്രണാമങ്ങൾ. വ്യാസമൗനങ്ങളെ പൂരിപ്പിക്കാൻ ശ്രമിച്ച നിരവധി രചനകൾ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കലും നശിക്കാത്ത ഒരു ആവാസ വ്യവസ്ഥ പുതിയ ജീവരൂപങ്ങളെ സൃഷ്ടിക്കുന്നത് പോലെ മഹാഭാരതത്തിൽ നിന്നും മുളച്ചു പൊന്തിയ ആ രചനകളുടെ നിലയിലാണ് രണ്ടാമൂലവും ദ്രൗപദിയും ഇനി ഞാൻ ഉറങ്ങട്ടെയുമൊക്കെ. ആ വൃക്ഷത്തിലെ പുതിയൊരു ചില്ലയുടെ പേര് ശിഖണ്ഡിനി എന്നാകുന്നു. ആ ചില്ല ഇനി എത്ര എത്ര പടർന്ന് പന്തലിക്കുമെന്നും കാലം തന്നെ പറയണം. ആദ്യം തന്നെ പറയട്ടെ, ശിഖണ്ഡിനി എന്നത് ആണും പെണ്ണും ആടുന്നവന്റെ കഥയല്ല. ഇതൊരു പെണ്ണിന്റെ കഥയാണ്. പെണ്ണായി ജനിച്ച് പെൺമനസ്സോടെ ജീവിച്ച് പെണ്ണായി തന്നെ മരിച്ച ദ്രുപദന്റെ ഏക മകളുടെ കഥ. നപുംസകം എന്ന വാക്ക് ഒരിടത്തും ശിഖണ്ഡിയെ കുറിക്കാൻ ഉപയോഗിച്ചിട്ടില്ല വ്യാസൻ. അർജുനന്റെ ബൃഹന്തള ഒരു വേഷത്തെ പോലും അത്തരത്തിൽ പ്രയോഗിച്ചിട്ടുണ്ട്. കുരുക്ഷേത്രത്തിലെ ഏക സ്ത്രീ, ആണിനെ വെല്ലുന്ന പെൺപോരാളി, പാണ്ഡവരുടെ രക്ഷാവണികളിൽ ഒന്നിന്റെ നായിക. മഹാവീരന്മാരുടെ കഥാപരമ്പരകൾക്കിടയിൽ ഒരു സ്ത്രീയുടെ വീരകഥ സ്വയം മുങ്ങിപ്പോയത് തന്നെയോ? കൃഷ്ണയുടെ ബഹുഭർത്തൃത്വത്തിന് ന്യായീകരണമായി പൂർവജന്മകഥകൾ കെട്ടി നൽകിയതുപോലെ കുരുക്ഷേത്രത്തിന് തൊട്ടു മുമ്പ് ആണായി മാറിയ കഥ, അത് വീരസ്ത്രൈണതയെ തന്നെ മറയ്ക്കാനുള്ള ഒരു പിൽക്കാല മേമ്പൊടി. പെണ്ണിന്റെ വീരത്വം അംഗീകരിക്കാനാവാത്ത എന്താണ് ശിഖണ്ഡിനിക്ക് നപുംസകമെന്ന അർത്ഥം പിൽക്കാലത്ത് കൽപ്പിച്ചതും ഉപകഥകൾ ഒട്ടിച്ചു ചേർത്തതും? ശിഖണ്ഡിനി എന്ന ഈ കാവ്യ നോവൽ ഊന്നുന്നത് ശിഖണ്ഡിനിയുടെ ജീവിതത്തെയാണ്. പുത്രലാഭത്തിന് ആഗ്രഹിച്ച ദ്രുപദന് ലഭിച്ചത് ഒരു പുത്രിയെയാണ്. ജ്യോതിഷികളുടെ നിർദ്ദേശപ്രകാരം അവളെ ആയുധവിദ്യ അഭ്യസിപ്പിച്ച് ആൺരൂപത്തിൽ വളർത്തുന്നു. ആണുടയാടയിലാ സകലം ദാസിഗണങ്ങൾ മറച്ചവളെ ഖഡ്ഗമുയർത്തി അനായാസം ചാപമുതിർത്തു ശരവേഗം ഖ്യാതി ഉണർത്തി കളരികളിൽ ആണിനെ വെല്ലും രണപാഠം. അങ്ങനെ അവൾ വളർന്നു. കഥയൊന്നും അറിയില്ലെങ്കിലും കുരുവധം എന്ന തന്റെ വിധിയെയും പിതൃഹൃതത്തെയും പൂർവജന്മ കഥയുടെ സാങ്കേത്യത്തെയും അവൾ മാനിച്ചു. ഋതുമതിയായി കഴിഞ്ഞ് മകളെ സ്ത്രൈണവേഷത്തിൽ കണ്ട അമ്മയുടെ ആനന്ദം നീണ്ടുനിന്നില്ല. തിഥി നിശ്ചയിച്ചു വിവാഹത്തിനച്ഛൻ, ഗുരുനിശ്ചയം മംഗളം മുഹൂർത്തത്തിൽ. അത് കേട്ട് ലജ്ജയാൽ പുളകതിയായി തലതാഴ്ത്തി നിന്ന കുമാരി കേട്ടതിതാണ്. അവൾ ദശാർണദേശത്തെ കുമാരിക്ക് വരനാകുന്നു എന്നതായിരുന്നു അത്. മിഴിതുടച്ചോദിയ പാഞ്ചാലറാണി ചലനം മറന്നൽപ്പനേരമീ ഭൂമി അരികത്തു ചെന്നു മകളെ പുണർന്ന നെറുകയിൽ ചുംബിച്ചു മാതാവ് തൂങ്ങി. വിവാഹവും കുറ്റബോധവും പൂർവജന്മ കഥയും പിതാവിനാൽ അർപ്പിതമായ നിയോഗവും അവളെ മൗനത്തിലരിച്ചു. തന്റെ നിയോഗം പൂർത്തിയാക്കിയ സത്യം പറഞ്ഞ് വധുവിനോട് ഏതു ശിക്ഷയും ഏറ്റുവാങ്ങാമെന്ന് നിശ്ചയിക്കുന്നു. വനത്തിലെ മരണനിർമ്മിഷ്ടകൾ അളകാപുരിയിലെ സാധാ മനുഷ്യന്റെ ആശ്വാസത്തിലേക്ക് പരിണമിക്കുന്നതും കഴിഞ്ഞാൽ ശിഖണ്ഡിനിയുടെ ഏറ്റവും തരളമായ ഭാവം വിടരുന്നത്, അവൾ പ്രണയിനിയാകുന്നത്, അവളുടെ പെൺമയെ ഒരാൾ തിരിച്ചറിയുന്നത്, പിടിച്ചു കെട്ടിക്കൊണ്ടുപോകുമ്പോഴും അർജുനൻ ദ്രുപദനോട് കാണിച്ച അനുതാപം വെറുതെ അങ്ങ് തോന്നിയതാണോ? അറ്റുവീഴ്ത്തേണ്ട ആയുധം തമ്മിൽ തൊട്ടുരുമ്മുന്ന പൂക്കൾ എന്ന പോൽ രക്തഭൂമിയിൽ സ്വപ്നപുഷ്പങ്ങൾ വിടരുകയാണ്. എൻ മകൾക്കവൻ പാണ്ഡുനന്ദനൻ വരനാകും, നെറ്റൽ ഒളിപ്പിക്കാൻ അല്പവും കരിയാതെ ലജ്ജയാൽ മുഖം താഴ്ത്തി അപ്പോഴേ ശിഖണ്ഡിനി. യാഗപർവം കഴിഞ്ഞ് കൃഷ്ണയുടെയും സഹോദരന്റെയും ജന്മജീവിത രഹസ്യങ്ങൾ അനാവൃതമാകുമ്പോൾ ഒരു മൗനം കൂടി പൂരിപ്പിക്കപ്പെടുന്നു. അശ്വത്ഥാമാവിന് ലഭിച്ച ആയുധത്തിന്റെ ഗൂഢത പോലെ തന്നെ. പുച്ഛവും വെറുപ്പും കലർന്ന സ്വരത്തിൽ കൃഷ്ണ നെയ്തുവിടുന്ന അസ്ത്രം ഇപ്രകാരമാണ് ശിഖണ്ഡിനിയോട്. എവിടെ അർജുന നാമം സ്മരിക്കലും കവൾ തുടിക്കും കുമാരന്റെ എന്നിതാ സഖികൾ ഓതുന്നു അന്തഃപുരം പല കഥകൾ നെയ്യുന്നു കേൾക്കുവാനായിട. അതിങ്ങനെ തുടർന്ന് വെറുതെ ആശിക്ക വേണ്ട നിർവ്യാജമാ പ്രണയമെന്നും എനിക്കുള്ളതാകയാൽ കപടവേഷം ധരിക്കൂ നിശബ്ദമായ അറയിലേക്കു പിൻവാങ്ങൂ ശിഖണ്ഡിനി. പാഞ്ചാലത്തിന്റെ ഏകപുത്രി ശോകാർത്തിയായി തലകുനിച്ചു നിൽക്കുന്നു. ഇടവിടാതെ വിശിഖങ്ങൾ എയ്ത പോരാളിയെ ആയുധത്തരമ്പു വീണ കരങ്ങൾക്കുടമേ സ്വന്തമാക്കാനാവാതെ അർജുന ദുഃഖം വാർന്നു പടരുന്നു.
സ്വയംവരം പാഞ്ചാലസുതയ്ക്കെന്നറിഞ്ഞു ഭവതിയെ ആശിച്ചു. നിരാശയാ കൺമുനകളിലപ്പോൾ നടുങ്ങി നിന്നവൾ വേദികയിൽ. പിന്നീട് പ്രണയപർവം പൂത്തു തുളർക്കുന്നു. അവർ മാത്രമായി ഭൂമി തന്നിൽ, അവർ മാത്രമായി വാനിടത്തിൽ. വരുമെങ്കിൽ ഒപ്പമുണ്ടാകും മൃതിയോളം എന്ന വാഗ്ദാനം നിരസിച്ചവൾ ശില പോലെ ഉറഞ്ഞ് വിരഹത്തെ സ്വീകരിക്കുന്നു. യക്ഷവന ഗാന്ധർവം അവളെ പ്രണയിനിയിൽ നിന്നും അവന്റെ പാതിയാക്കി തീർക്കുന്നു. സ്നേഹപ്പിറവി. അജ്ഞാതവാസക്കാലത്തെ അർജുനനോട് ശിഖണ്ഡിയുടെ മനസ്സ്: പ്രിയനെ, കപടവേഷത്തിന്റെ ഹൃദയഭാരം എന്നോളം ആരറിയാനാണ്. കുരുക്ഷേത്ര വർണ്ണനകൾ. തിളയ്ക്കുന്ന പെൺരക്തം. ശിഖണ്ഡിനിയുടെ നിയോഗം. യുദ്ധക്കളത്തിലെല്ലാം അവളെ തുണയ്ക്കാനെത്തുന്ന പ്രാണേശ്വരൻ. ദേവവ്രതുവിന്റെ ഭയത്തിന്റെ ഉറവിടം. ധ്രുവത വിയോഗത്തിനവസാനം. ആദി തണുക്കും വിരലുകൾ പുത്രിയെ ആകുലമായി തരുകി. വിഭ്രമമോടെ അലഞ്ഞു മിഴികൾ ചുറ്റിലും ഒരു നിമിഷം. തൊട്ടരികിൽ കൺകൾ തുടയ്ക്കും പാർഥനിലവ തങ്ങി. അറ്റ ശരീരം വിട്ടുപറക്കാൻ ആത്മാവടരുമ്പോൾ ദുർബലമാൻ തൻ കയ്യാലവളെ അർജുനനേകിയവൻ. അവസാനം. കൂട്ടക്കൊഴുതുകൾക്കും അഗ്നിതാണ്ഡവങ്ങൾക്കും അവസാനം. പുത്രനെ നഷ്ടപ്പെട്ട് പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു പോയ അവൾ അവസാനത്തെ അഗ്നിയിൽ അലിയുകയാണ്. അപ്പോഴും പുകയുടെ ചുരുളുകളിലെ ചിരപരിചിതമായ പെൺരൂപം തീയലയായി ഉരുകിയെടുക്കുന്നു. അവൾക്ക് നേരെ കൈനീട്ടുന്നു. സകലതും അഗ്നിമയം, ശൂന്യം. അവസാനം ദ്രോണസദസ്സായി പറയുന്നു: ഉറ്റവ ദുർവിധി പുൽകിയ നോവിൽ നിത്യവും ഉരുകട്ടെ പാർത്ഥൻ. പുത്രനും ഈ പ്രിയ പത്നിയുമില്ലാ ദുഃഖമാണവൻ ഉപഹാരം. ഉറപ്പില്ലാത്ത പൂർവജന്മകഥയിലെ ചിതാഗ്നിയിൽ ജീവനർപ്പിച്ചവളോടുള്ള അവൾക്ക് വേണ്ടിയുള്ള പ്രതികാരവും പിതാവ് കൊടുത്ത നിയോഗത്തിനും ഇടയ്ക്ക് മറച്ചു വെക്കപ്പെട്ട പ്രണയത്തിനും പെൺമയ്ക്കും ഇവിടെ തെളിമ തികയുന്നുണ്ട്. അർജുന ശിഖണ്ഡിനി പ്രണയമാണിതിന്റെ ജ്വാല. അതിലോലം. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും പെണ്ണു മാത്രമായിരുന്ന പോരാളിയായ, പ്രണയിനിയായ, ഭാര്യയായ, അമ്മയായ, പുത്രിയായ ശിഖണ്ഡിനിയുടെ ജീവിതമാണിത്. ശിഖണ്ഡി എന്ന പദത്തിന് നപുംസകമെന്ന പിൽക്കാല അർത്ഥം കൽപ്പിച്ചവരും ഒട്ടിച്ചു ചേർക്കപ്പെട്ട ഉപകഥകളും സംശയത്തിന്റെ നിഴലിലേക്കുമായിരുന്നു. കുരുക്ഷേത്ര യുദ്ധത്തിലെ ഏക പെൺപോരാളിയുടെ. എത്ര പെണ്ണുങ്ങൾക്ക് ആൺനാമങ്ങളോ ഷണ്ഡത്വമോ ചാർത്തിക്കൊടുക്കപ്പെട്ടിട്ടുണ്ടാകാം. കുരുക്ഷേത്ര യുദ്ധത്തിലെ ഏക പെൺപോരാളിയുടെ ഉള്ളിന്റെ സ്നിഗ്ധതയും മുഗ്ധതയും സത്വവും അനാവരണം ചെയ്യപ്പെടുകയാണിവിടെ. അതിമനോഹരമായ കാവ്യഭാഷയിലാണ് ശിഖണ്ഡിനി വാർന്നു വീണിരിക്കുന്നത്. ശ്രീജ വക്കത്തിന്റെ ഈ മനോഹരമായ കാവ്യ നോവൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് DSA ബുക്കാണ്.